ഏശായ 65 20 മുതൽ 25 വരെ തിരുവചനങ്ങൾ. ബറക്കുമോർ. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുഞ്ഞും ആയുസ് തികയാത്ത വൃദ്ധനും ഇനി ഇവിടെ ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ തന്നെ. അവർ വീടുകൾ പണിത് പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. ഒരുവൻ പണിയുകയും മറ്റൊരുത്തൻ പാർക്കുകയും എന്ന സ്ഥിതി വരികയില്ല. ഒരുവൻ നടുക മറ്റൊരുവൻ അനുഭവിക്കുക എന്നും വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ തങ്ങളുടെ അധ്വാനഫലം അനുഭവിക്കും. അവർ വൃഥ അധ്വാനിക്കുകയില്ല, ശാപത്തിനായി പ്രസവിക്കുകയുമില്ല. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയാകുന്നു. അവരുടെ സന്തതി അവരോടുകൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിനു മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ ഒരു നാശമോ ആരും ചെയ്യുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവേ, നിന്നെ സ്നേഹിച്ച സഹോദരന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ.